ഇന്ന് നമുക്ക് നല്ലൊരു സൂപ്പർ ടേസ്റ്റിൽ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി വെച്ചാലോ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞ മത്തങ്ങ ഈ ഒരു പാത്രത്തിൽ ഒരു 1.5 പാത്രം എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ആ പാത്രത്തിൽ ഒരു പാത്രം ഉണക്കപ്പയർ, നമ്മൾ എരിശ്ശേരി വെക്കാനുള്ള പയർ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് കഴുകി വാങ്ങിയിട്ട് ഒരു പാത്രം പയർ ഇടുന്നുണ്ട്. നമ്മളതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണിൽ തൊട്ട് താഴെയായിട്ട് മുളക് പൊടി ഇടാം. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി അരച്ച് വെക്കേണ്ട 1 ടീസ്പൂണിലൊക്കെ താഴെയായിട്ട് മുളക് പൊടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ചു കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളമാണ് വെക്കുന്നത്. അത് ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ചിട്ട് 2 വിസിൽ കേൾപ്പിച്ചിട്ട് കേട്ടോ. നന്നായിട്ടൊന്ന് കുക്കറിൽ വിസിൽ വരുന്ന നേരം നമുക്ക് അതിനാവശ്യമുള്ള തേങ്ങ അരച്ചെടുക്കാം. മട്ടൻ കറിക്ക് നമ്മൾ നന്നായിട്ട് തേങ്ങ വേണം കേട്ടോ. അപ്പോൾ ഒരു തേങ്ങയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. 1 മുറി തേങ്ങ നമ്മൾ ഇതിനകത്തേക്ക് ക്രഷ് ചെയ്തിടാനും 1 മുറി തേങ്ങ നമുക്ക് വറുത്തിടാനായിട്ട് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് 1 മുറിയോളം തേങ്ങ അരക്കാനായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഇതിൽ കുറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട്. അതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് വെളുത്തുള്ളി ഇടുന്നുണ്ട്. 1 എരിവുള്ള മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ജീരകം നമ്മൾ ഇതിനകത്ത് അരക്കേണ്ട കാര്യം നമുക്ക് തേങ്ങ വറുത്തിടുമ്പോൾ ജീരകം ഒന്ന് ചതച്ചിട്ട് അതിനകത്തോട്ട് വറുത്തിടാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. തേങ്ങ ഭയങ്കരമായിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ അരച്ചെടുത്താൽ മതി. ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മത്തങ്ങ പേരൊക്കെ നന്നായിട്ട് വെന്തല്ലേ. മത്തങ്ങ ഇങ്ങനെ കാണിക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു പോകുന്നത്. നമുക്ക് ജസ്റ്റ് കുറച്ചൊന്ന് വെറുതെ മത്തങ്ങകളൊന്ന് ഉറച്ച് കൊടുക്കുക. എല്ലാ മത്തങ്ങയല്ല, കുറച്ച് മത്തങ്ങ ഉറച്ച് കൊടുക്കുക. നമ്മുടെ തേങ്ങ അരച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി ഇടുമ്പോൾ നമ്മളിതിനകത്ത് എരിവുള്ള മുളക് പൊടി ചേർക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ മുളകിന് ഭയങ്കര എരിവുള്ള നിങ്ങൾ 1 ടീസ്പൂൺ മുളക് പൊടി ഇടണ്ട കേട്ടോ. കുറച്ച് കാരണം നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ നിങ്ങൾക്ക് ഒരു പച്ചമുളക് ഇത് നമ്മൾ ചേർക്കണം കേട്ടോ. തേങ്ങ അരച്ചത് ഇട്ടതിന് ശേഷം നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ഒന്നും അരച്ചതിന് ശേഷം തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ വറുത്തെടുക്കാം. നന്നായി ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് കുറച്ച് കൂടുതലിടാം. നമുക്ക് 1.5 ടീസ്പൂണോളൊക്കെ കടുക് ഇടാം. കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ പറ്റൽമുളക് ചെറുതായിട്ട് നുറുക്കിയിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് ചതച്ച് വെച്ചിരിക്കണം ചെയ്യുന്നതുകൊണ്ട് ചതച്ച് വെച്ചേക്കണ ജീരകം ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ തേങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുക്കണം കേട്ടോ. നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ നമ്മൾക്ക് വറുക്കാം. വെളിച്ചെണ്ണ കുറവാണെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ട് ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ജീരകവും തേങ്ങക്കൂടിയൊക്കെ മൊരിഞ്ഞതിൻ്റെ നല്ലൊരു മണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മത്തങ്ങയും പയറും കൂടി വേവിച്ചേക്കത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് വെള്ളം ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കണം കേട്ടോ. നന്നായിട്ട് വറ്റിക്കാം. ഇപ്പം നമ്മുടെ മത്തങ്ങ എരിശ്ശേരിയുള്ള സൂപ്പർ ടേസ്റ്റുള്ള മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.